ചിക്കനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നാടൻ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ പരട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം. ഇഞ്ചി ചതച്ചാൽ വെളുത്തുള്ളി ഇടാം. നന്നായി ചതച്ചെടുത്ത ഈ മിക്സ് ഇതിനെ ഒരു പാത്രത്തിലേക്കിട്ട് ഇതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, അത് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് ഒരു 1/4 സ്പൂൺ പെപ്പർ പൗഡർ, നല്ല എരിവുള്ള പെപ്പർ പൗഡർ ആയതുകൊണ്ട് കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് ഒരല്പം നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് അതിൻ്റെ നീരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം വളരെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കൈക്ക് നല്ല പുകച്ചിൽ അനുഭവപ്പെടാറുണ്ട്. സ്പൂൺ വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഒരല്പം വെള്ളം നനവ് കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് കോട്ട് ചെയ്തെടുക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ സൈസ് സവോളയും തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുക്കുക എന്നുള്ളതാണ്. ഈ ചെറിയ ഉള്ളിയും ഒരു 1/4 കിലോളം എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും ചെറിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്യണം. പച്ചമുളക് ഓൾറെഡി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൽ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി എടുത്ത് നമുക്കിതിലേക്ക് തേങ്ങ കൊത്തി ചേർക്കേണ്ടതുള്ളതുകൊണ്ട് തേങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ നല്ലതാണ്. പീസസായിട്ട് എടുത്ത് തേങ്ങ നമുക്ക് ഒന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ വളരെ തിൻ പീസസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുകൊണ്ട് എല്ലാ കട്ടിങ് പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാൻ ചൂടാക്കി, നല്ല അടികട്ടിയുള്ളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായാൽ ആദ്യം നമുക്ക് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കണം. ഇത്തിരി നാടൻ റെസിപ്പി ആയതുകൊണ്ട് എത്രത്തോളം കറിവേപ്പില ചേർക്കാമോ അത്രത്തോളം രുചിയും മണവും കൂടി കിട്ടും. അതുകൊണ്ട് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല പുരട്ടിയ സമയത്തിന് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്കുള്ള ഉപ്പാണ് വേണ്ടത്. അത് പകുതി വാടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വന്നിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഉള്ളിയൊക്കെ ഏകദേശം വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി ചേർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞാനിത് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എടുത്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്.
കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് സ്ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഈ മിക്സായി കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് തുറന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തുറന്ന് വെച്ച് വെള്ളം ഒന്ന് ഇറങ്ങി വന്ന് ചിക്കൻ വേകുന്നതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഇറങ്ങി വന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം തുറന്ന് വയ്ക്കാം. രണ്ട് സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. വീണ്ടും ഇതേ കണ്ടോ, അടച്ചിട്ട് കുക്ക് ചെയ്തപ്പോഴത്തേക്കും വീണ്ടും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടെ തുറന്നും അടച്ചിട്ടും നമ്മൾ വേവിച്ചിട്ട് ഇതുപോലെ നമ്മുടെ ചിക്കനൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇത് ആനോഡൈസ്ഡ് കടായിട്ടാണെങ്കിൽ കൂടിയും ഇതിൻ്റെ അടിഭാഗത്ത് കണ്ട ചെറിയ രീതിയിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം ഇരുമ്പ് കടായിയൊക്കെ യൂസ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് സമയം കൂടി ഇതുപോലെ എണ്ണയിട്ട് മൊരിച്ചെടുക്കണം. ഇനി ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില കൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കാം. കറിവേപ്പിൻ്റെ ഇലയുടെയൊക്കെ മണം വരുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ചിക്കൻ പുരട്ടിൽ വളരെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മസാല പൗഡേഴ്സ് ആഡ് ചെയ്തിരുന്നെങ്കിലും നമ്മൾ ഗ്രേവി, അതായത് മസാല ഉള്ളിയൊന്നും വഴറ്റുന്ന സമയത്ത് ഒട്ടും മസാലയൊന്നും വേറെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ അരിഞ്ഞിട്ട് വഴറ്റിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ പുരട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ് ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.